തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് ഉയർത്തി എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവയ്പ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക. കരാർ കമ്പനിയായ GIPL കൂടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എങ്ങനെയാണ് നിരക്ക് കൂടാൻ പോകുന്നത്? സൂരജ്, TK, എല്ലാ വർഷവും സെപ്റ്റംബർ 1-ാം തീയതി പാലിയക്കരയിൽ ടോൾ പിരിവ് വർദ്ധിപ്പിക്കുന്ന പതിവാണ്. അത്തരം സ്വാഭാവിക നടപടിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വർഷവും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. 5 രൂപ മുതൽ 15 രൂപ വരെ ടോൾ വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് 90 രൂപ എന്നത് ഇനി 95 രൂപയാകും. ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ യാത്ര ചെയ്യണമെങ്കിൽ 140 രൂപ കൊടുത്താൽ ഒന്നിൽ കൂടുതൽ യാത്രകൾ നടക്കും. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് 160 രൂപ എന്നത് 165 ആക്കി. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപ എന്നത് 330 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ദേശീയപാതയിലെ ഗതാഗത കുരുക്കും റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ സെപ്റ്റംബർ 9-ാം തീയതി വരെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. കോടതി അത് പുനഃപരിശോധിച്ച് എന്ന് ടോൾ പുനഃസ്ഥാപിക്കുന്നു അന്നു മുതൽ ഈ കൂട്ടിയ നിരക്കായിരിക്കും ആളുകളിൽ നിന്ന് ഈടാക്കുക. TK, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ നേരത്തെ 90 രൂപയായിരുന്നു, അത് 95 രൂപയാവുന്നുണ്ട്. അതുപോലെ ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയാവുകയാണ്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330 രൂപയാണ്. അങ്ങനെയാണ് ആ വർധന പുതുതായി വരാൻ പോകുന്നത്. സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.